നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിൽ കൊളംബിയ അവരുടെ അശ്വമേധം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ പറയാൻ കാരണം പരാഗ്വയെ ഈ കളി തോൽപ്പിച്ചതോടുകൂടി തുടർച്ചയായ 24 മത്സരങ്ങൾ പരാജയപ്പെടാതെ അവർ മുന്നോട്ട് പോവുകയാണ്. ആ അൺബീറ്റൺ റൺ അവർ തുടരുകയാണ്. സൂപ്പർ താരം ഹാമിസ് റോഡ്രിഗസ് ഇരട്ട അസിസ്റ്റാണ് ഈ മത്സരത്തിൽ സ്വന്തം പേരിലാക്കിയത്. 2-1 പരാഗ്വയെ കൊളംബിയ തോൽപ്പിക്കുമ്പോൾ 2 ഗോളുകൾക്ക് പുറകിലും ഹാമിസ് റോഡ്രിഗസ് ഉണ്ടായിരുന്നു എന്നർത്ഥം. മത്സരത്തിൽ കൊളംബിയയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലൂയിസ് ഡയസും ഹാമിസ് റോഡ്രിഗസും മൗറയും ഒക്കെ ഒരുമിച്ചാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. കളിയുടെ ആദ്യത്തെ അരമണിക്കൂർ ഗോളൊന്നും വന്നില്ലെങ്കിലും 32ാമത്തെ മിനിറ്റിൽ ഹാമിസ് റോഡ്രിഗസിന്റെ അസിസ്റ്റിൽ നിന്ന് മ്യൂനോസ് പന്ത് വലയിലേക്ക് എത്തിച്ചതോടെ കൊളംബിയ ലീഡെടുത്തു. തുടർന്ന് 42ാമത്തെ മിനിറ്റിൽ വീണ്ടും ഹാമിസ് റോഡ്രിഗസിന്റെ അസിസ്റ്റിൽ നിന്ന് ലേർമ പന്ത് വലയിലേക്ക് എത്തിച്ചു. 2-0 ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് കൊളംബിയ കളിക്കളം വിട്ടത്. രണ്ടാം പകുതിയിൽ പരാഗ്വയുടെ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ 69ാമത്തെ മിനിറ്റിൽ ലക്ഷ്യം കണ്ടു. എൻസിസോയിലൂടെ അവർ ഒരു ഗോൾ മടക്കി. പക്ഷേ അതുകൊണ്ടാവുമായിരുന്നില്ല കളി തിരികെ പിടിക്കാൻ. ഗ്രൂപ്പ് ഡിയിൽ കൊളംബിയ ശക്തമായ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് നിൽക്കുമെന്ന കാര്യം ഉറപ്പാണ്. ബ്രസീലും കോസ്റ്റാറിക്കയും പരാഗ്വയുമാണ് ഈ ഗ്രൂപ്പിലെ മറ്റ് ടീമുകളായിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.